നമ്മുടെ വീട്ടിൽ ഒരു പുൽക്കൂട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടൊന്നും വൃത്തികേടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം ഒരു ഷീറ്റ് എടുത്ത് വിരിച്ചു. പിന്നീട് അതിലേക്ക് നമ്മുടെ പറമ്പിലെ മണ്ണെല്ലാം വാരി കൂരായിരിക്കിട്ടു. മണ്ണെല്ലാം എല്ലാവരുടെയും സെറ്റാവുന്ന രീതിയിൽ നല്ലപോലെ പരത്തിയെടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ രാജാക്കന്മാർക്കും ടീംസിനും വരാനായിട്ട് മണ്ണിൻ്റെ നടുവിലൂടെ ഒരു പാത ഉണ്ടാക്കി. പിന്നീട് നമ്മുടെ ടർപ്പോളിൻ ഷീറ്റ് കാണാത്ത രീതിയിൽ മണ്ണൊക്കെ ഇട്ടൊന്ന് മൂടി സെറ്റാക്കി. പഴയൊരു പാത്രം എടുത്ത് അതിൽ വെള്ളം പൂച്ചി നീല പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചാൽ നീല പെയിൻ്റ് കിട്ടിയില്ല. അപ്പോൾ വെള്ളം തന്നെ അടിച്ച് സെറ്റാക്കിയിട്ട് അത് മണ്ണിലേക്ക് ഞാൻ ഇറക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തിന വാരി വെതറി. തിന ഇടുന്ന വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായിട്ടാണ്. ഇപ്പോൾ ഓൾറെഡി ആ മണ്ണിൽ തിനയുണ്ട്. തിന ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളമൊഴിച്ച് നനച്ചു. അങ്ങനെ ഒരു 4 ദിവസം അവിടെ കിടന്നു. പഴയൊരു തിനയായിട്ട് എനിക്ക് തോന്നിയത്. നല്ല തിനയാണെങ്കിൽ അത് കാറ്റിൽ ഇങ്ങനെ നമ്മളൊരു കയ്യിൽ നിന്ന് വേറെ കൈക്ക് ഇടുമ്പോൾ അതിൽ നിന്ന് പൊടി പടലങ്ങൾ പോകണമെങ്കിൽ അത് പഴയ തിനയാണെന്ന് പറയണേ. അപ്പം നല്ല തിനയാണെങ്കിൽ പെട്ടെന്ന് മുളയ്ക്കും, 2 ദിവസം കൊണ്ട് മുളയ്ക്കും. എൻ്റെ തിന അത്ര നല്ല തിനയല്ലായിരുന്നു. അപ്പോൾ ഒരു 3-4 ദിവസം പിടിച്ചിട്ട് മുളച്ചെടുക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് മുളയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കുതിർത്തി ഒരു തുണിയിൽ കെട്ടി വയ്ക്കുകയാണെങ്കിൽ ചട പെട്ടെന്ന് മുളയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഈ കാണുന്ന 3 മരങ്ങൾ നമ്മുടെ പഴയ കുറയത്തിലുണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മുടെ പുൽക്കൂടിൽ വേറെ ഡെക്കറേഷൻ ഒന്നും ചെയ്തില്ല. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. എല്ലാവരോടും താങ്ക് യു. ബൈ.